മാം, ഞാൻ അയർലൻഡിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നേ. 6 month ഓൾഡ് മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് വിസ റിജക്റ്റഡ് ആയി എന്ന് പറയുന്നു. അതിന് പകരമായിട്ടൊരു എജു ബോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? 6 month മെച്യൂർ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് റിജക്ഷൻ ആയിരുന്നോ? ഒന്നില്ലെങ്കിൽ ആ ഏജൻസി പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും ഡോക്യുമെന്റേഷനിൽ, അല്ലേ ഇത്? പിന്നല്ലാതെ ഇൻസഫിഷ്യന്റ് ഡോക്യുമെന്റേഷൻ പറഞ്ഞ എംബസി റിജക്ട് ആക്കും. 6 മാസം മെച്യൂരിറ്റി ഫണ്ട് ഉണ്ടായിട്ട് പോലും എത്ര റിജക്ഷൻ കിട്ടുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്റ്റുഡന്റ് 6 മാസമായിട്ട് ഫണ്ടൊക്കെ കീപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ജോലിയൊന്നും ഇല്ല, ഫണ്ട്സ് ഒന്നും കാണിക്കാനില്ല. അഞ്ജലി ആണെങ്കിൽ അത് വിസ കൊടുക്കുമോ ആ ഫണ്ട്സ് മാത്രം വെച്ച്? ഇല്ല. അല്ല, അപ്പൊ സോഴ്സ് കാണിക്കണ്ടേ? അതെ, വേണം. തലേ ദിവസം ഫണ്ട് കാണിച്ചേ നമുക്ക് ഒത്തിരി പിള്ളേർക്ക് വിസ സക്സസ് ആയിട്ടുണ്ട്. അതെങ്ങനെ? ക്യാമ്പലിന്റെ പ്രത്യേകത. അപ്പൊ ഈ എജു ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എജു ബോണ്ട് എന്ന് പറഞ്ഞാല് നമ്മള് അയർലൻഡ് എംബസിക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിന്റെ കയ്യിൽ കാശുണ്ട്, എന്ന് വെച്ചാൽ ഫണ്ട്സ് കയ്യിലുണ്ട്, പക്ഷെ അതിന് സോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ആ കുട്ടികളുടെ പേരിൽ ഒരു FD പോലെ ക്രിയേറ്റ് ചെയ്യുക, ഒരു ബോണ്ട് പോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എംബസിക്ക് ഗ്യാരണ്ടി ആയി. പറഞ്ഞു വന്നത്, ഓരോ കൺട്രിക്കും വിസ ഫയലിംഗ് ഡിഫറെന്റ് ആണ്, ഫണ്ട്സിന്റെ കാര്യവും ഡിഫറെന്റ് ആണ്. അപ്പോൾ ന്യൂസിലൻഡ്, കാനഡ, ഓസ്ട്രേലിയ പോലെ ഒരിക്കലും അയർലൻഡിനെ കാണാതിരിക്കുക, ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. We make you fly with the right choice.